നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 3-ാം ഭാഗം. ജണ്ടുമലത്തോട്ടത്തിനപ്പുറം നീണ്ട കരിമ്പനക്കാടുകൾക്കുള്ളിലൂടെ നേരെ പോയാൽ മൊഴിയുടെ വീടാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൊഴിയോട് കൂട്ടുകൂടരുതെന്നും അവളുടെ അമ്മ ശിവകാമി ചീത്തയാണെന്നുമുള്ള അമ്മയുടെ നിരന്തര ഉപദേശം കേട്ടുകൊണ്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. തിരികെ വീട്ടിലേക്ക് ചെന്നു കയറുമ്പോൾ കേൾക്കുന്നതും അതുതന്നെ. ആ സ്ത്രീക്ക് എന്താണ് ഇത്ര വൃത്തികേടെന്ന് അമ്മ പറയുന്ന കാലം തൊട്ടേ ഭൂമി ചിന്തിച്ചു നോക്കുമായിരുന്നു. മൊഴിക്ക് വായിൽ നിറയെ ഇടം പല്ലുകളുണ്ട്. മുൻനിരയിലെ ഇടംപല്ലുകൾ കാട്ടി മൊഴി ചിരിക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. കുട്ടിക്കാലം മുതൽക്കേ മൊഴി അവളുടെ അമ്മയുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത് കണ്ട് വളർന്നവളാണ്. ആദ്യമൊക്കെ അവൾക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടിയിരുന്നില്ല. രാത്രി മറവിലും പകൽ സമയങ്ങളിലെ ആ പ്രദേശത്തിൻ്റെ വിജനതയുടെ പിൻഫലത്തിലും നിത്യസന്ദർശകരുടെ വിഹാരമായിരുന്നു മൊഴിയുടെ വീട്. അച്ഛനെന്തേ എന്ന ഭൂമിയുടെ ചോദ്യത്തിന് മൗനത്തിൽ വീണുപിടഞ്ഞ ചോദ്യങ്ങളാണ് അവളുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നത്. വീട്ടിൽ വന്നു പോകുന്നവരുടെ നോട്ടങ്ങൾ ക്രമേണ മൊഴിയിലേക്കും തറയ്ക്കപ്പെടുവാൻ തുടങ്ങി. മനസ്സും ശരീരവും വളർന്നപ്പോൾ മൊഴി മെല്ലെ മെല്ലെ എല്ലാം മനസ്സിലാക്കി തുടങ്ങി. പിന്നീട് അമ്മയുടെ രഹസ്യങ്ങളും അവൾ ഓരോന്നായി അറിയാൻ തുടങ്ങി. വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന സർക്കാർ രഹസ്യം ആരും പറയാതെ തന്നെ മൊഴിക്ക് വ്യക്തമായി. അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ കൃത്യമായൊരു മറുപടി നൽകില്ലായിരുന്നു. ക്ലാസ്സിൽ വെച്ച് ഭൂമി ചോദിച്ച സംശയങ്ങൾക്ക് അവൾ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ അവൾക്ക് അവളുടെ അമ്മയോടുള്ള വെറുപ്പിന്റെ ആഴം ഭൂമിക്ക് മനസ്സിലായി. ശിവകാമി ആരും കണ്ടാൽ കൊതിച്ചു പോകുന്നൊരു സ്ത്രീയാണ്. അവളുടെ ശരീരശാസ്ത്രം തന്നെ അങ്ങനെയാണ്. മൊഴിക്ക് എന്തുകൊണ്ടോ അമ്മയുടെ ഛായ തീരെയില്ല. അജ്ഞാതമായ പിതൃത്വത്തിന്റെ മുഖഛായകൾ മൊഴിയിൽ ഭൂമി മനസ്സുകൊണ്ട് വരച്ചു. 10ാം ക്ലാസ് പാതിക്ക് വെച്ച് മൊഴി സ്കൂളിന്റെ പടി ചവിട്ടാതെയായി. ചണ്ഡികയുടെയും കസ്തൂരിയുടെയും വാക്കുകൾ ലംഘിച്ചു തേടിപ്പോയ ഭൂമി പട്ടം പറിച്ചു നടക്കുകയായിരുന്ന മൊഴിയെ ദൂരെ നിന്നും കണ്ടു. ഗണികയായ സ്ത്രീയുടെ മകളെ ഇനിയും ആ സ്കൂളിൽ വെച്ച് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവളോട് പുറത്തു പറഞ്ഞപ്പോൾ സ്കൂളിനോടും മൊഴിക്ക് വെറുപ്പായിപ്പോയി. കരിമ്പനക്കാടുകൾക്ക് മറവിൽ പരിചയമുള്ള ജീപ്പിന്റെ മുൻഭാഗം കണ്ടപ്പോൾ അന്നത്തെ ശിവകാമിയുടെ അതിഥിയെ മനസ്സിലാക്കാൻ ഭൂമിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഉമ്മർപടിയിലെ കടും കാപ്പി നിറമുള്ള ചെരുപ്പിന്റെ ഉടമസ്ഥനായ സ്വന്തം ചാച്ചുവും അവരുടെ സന്ദർശകളിൽ ഒരാളായിരുന്ന വിവരം മൊഴി ഭൂമിയിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. ഇതിലിരുന്ന് ചണ്ഡികയും കസ്തൂരിയും ശിവകാമിയെ പല പല പേരുകളിൽ മുദ്ര കുത്തുമ്പോഴും അറപ്പോടെയും വെറുപ്പോടെയും അവരെപ്പറ്റി പറയുമ്പോൾ ഭൂമിക്ക് പരിഹാസത്തിന്റെ പുഞ്ചിരി വിടരും. ഇശപ്പടക്കുന്ന മൊഴിയുടെ വറ്റിന്റെ വിലയിൽ ഇവിടുത്തെ പൈസയുടെ പങ്കുമുണ്ടെന്ന് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ പുഞ്ചിരി ഊറി തെളിയും. ഇതിന്റെ 3-ാം ഭാഗം ഇവിടെ അവസാനിച്ചു. 4-ാം ഭാഗമായിട്ട് അടുത്ത വീഡിയോ ആയി വേഗം വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു.